അങ്ങനെ നമ്മുടെ രേവതി മീരയിൽ നിന്ന് നമ്മുടെ ശ്രുതിയുടെ കളത്തരങ്ങൾ മുഴുവനും പിടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ചെല്ലണം നമ്മുടെ സച്ചിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ എന്തായാലും നമ്മുടെ ശ്രുതി ചെയ്യുന്നതൊക്കെ എന്തൊക്കെയോ കള്ളത്തരമുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അവളുടെ അച്ഛൻ ഒരു മലേഷ്യയിലും അല്ല, അവളും മലേഷ്യയിലല്ല, അവളുടെ അച്ഛൻ കോടീശ്വരനാന്നൊക്കെ പറഞ്ഞതൊക്കെ നോണം. എന്തായാലും നമ്മളിത് പോയി ചെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ നമ്മളാരും വിശ്വസിക്കില്ല. അതുകൊണ്ട് നമുക്കിതിന് തെളിവ് വേണം, നമുക്ക് മിണ്ടാതിരിക്കും, നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്കിതിൻ്റെ തെളിവ് നമുക്ക് കണ്ടെത്താമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് സച്ചി രേവതി വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ മീര എല്ലാം വിളിച്ച് ശ്രുതിയോട് പറയേണ്ട ഇങ്ങനെ രേവതി വന്നിട്ട് അവൾക്കൊന്നും പറയാൻ പറ്റാത്തതോ എന്തൊക്കെയോ രേവതിക്ക് മനസ്സിലായിട്ടുണ്ടെന്നോ നിൻ്റെ കള്ളത്തരം അടുത്ത് തന്നെ പിടികൂടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ പേടിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ സച്ചി രേവതിയോട് പറയുന്നുണ്ട്, എന്തായാലും എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നിയിട്ടുണ്ട്, ഞാൻ പോയിട്ട് അത് ചെയ്യിപ്പിക്കാം, എന്നാൽ നമ്മുടെ ശ്രുതി എടുത്തിട്ട് എല്ലാ കള്ളത്തരും പുറത്ത് വരും എന്ന് പറഞ്ഞിട്ട് എന്താ ഐഡിയ എന്ന് പറയുന്നുണ്ട്. ഞാൻ അതൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് നേരെ സച്ചി ചെല്ലുന്നത് ചന്ദ്രയെടുത്ത് രവിയെടുത്താണ്. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ രണ്ടാളും പുറ രാജ്യമൊന്നും കണ്ടിട്ടില്ല, നിങ്ങളെ രണ്ടാളും ഞാൻ പുറ രാജ്യത്തേക്ക് ഒരു ടൂർ കൊണ്ടുപോകാൻ വിചാരിക്കുകയാണ്, നിങ്ങൾ രണ്ടാളും ഒരുങ്ങിക്കോളി എന്ന് പറയുന്നത്. ആ സമയത്ത് ചന്ദ്ര ചോദിക്കേണ്ടത് എവിടേക്കാണ്? മലേഷ്യയിലേക്ക്. എന്തായാലും നമ്മൾ മലേഷ്യ വരെ പോവുമല്ലേ, അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് പാർലറെടുത്തിട്ട് അച്ഛനെ ഒന്ന് പരിചയപ്പെടാം, ഇല്ലെങ്കിൽ മോശമല്ലേ അവിടെ വരെ ചെന്നിട്ട് അയാളെ പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതി ആകെ വിറയ്ക്കുന്നുണ്ട്. ഇനി എന്താ ഇതെങ്ങനെ മുടക്കുക എന്നൊക്കെ ആലോചിക്കേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്.